കൂട്ടുകാർക്കും ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് അരവിന്ദിന്റെ മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ നാളത്തെ കഥയില് ജയബാലൻ അരവിന്ദന്റെ വീട്ടിലേക്ക് വരുവാണ്. ശാരദയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജയബാലൻ പറഞ്ഞു, എന്റെ സ്വപ്നത്തില് അരവിന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. അരവിന്ദന്റെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെ. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. അല്ല, ഇന്നലെ ഇവിടെ ഗസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശാരദ ഗംഗയും കാവേരിയും ഒന്ന് നോക്കുകയാണ്. കാവേരി പറഞ്ഞു, ഉണ്ടായിരുന്നു അങ്ങളെ, ഹോം സ്റ്റേയിൽ ആളുണ്ടായിരുന്നു പറഞ്ഞു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ ശാരദ എന്ന് ചോദിച്ചു. ശാരദ പറഞ്ഞു, അതൊക്കെ ഇവളുമാരോട് ഞാൻ പറഞ്ഞതാ, പക്ഷെ ഇവളുമാര് കേൾക്കണ്ടേന്ന് ചോദിച്ചു. ആ, വെറുതെ അല്ല, ഞാൻ അരവിന്ദനെ സ്വപ്നം കണ്ടേ, അവനിതൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, ഞാനിതിരായിട്ടും അരവിന്ദനെ സ്വപ്നം കണ്ടില്ലോ എന്ന് പറഞ്ഞു. ജയബാലേട്ടനെ സ്വപ്നം കണ്ടല്ലേന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, എൻ്റെ അമ്മ എന്തിനാ സ്വപ്നം കാണുന്നേ? അച്ഛൻ നമ്മളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ഇല്ലേ, നമ്മുടെ കൂടെ തന്നെ ഇല്ലേ, പിന്നെ സ്വപ്നം കണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ജയബാലനിട്ട് ഒരു കൊട്ടായിരുന്നു. ജയബാലൻ മൊത്തം കള്ളത്തര പറയണമെന്നുള്ള കാര്യം കാവേരിക്ക് അറിയായിരുന്നു. ആ സമയം ജയബാലൻ പറഞ്ഞു, ആ അതെന്തേലും ആയിക്കോട്ടെ, അത് പിന്നെ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ശാരദ ചോദിച്ചു, എന്താ ജയബാലേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അത് പൈസയ്ക്ക് ആവശ്യമുണ്ടെ ചോദിച്ചാൽ പോരെ, എന്നോട് ചോദിച്ചാൽ പോരെന്ന് ചോദിച്ചു. അതിന് പൈസയ്ക്ക് ആവശ്യത്തിനെ കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശാരദ പറഞ്ഞു. യമുനയുടെ ഫീസ് അടച്ചിട്ടില്ല. യമുന അത് വിശാലിനോട് പറഞ്ഞു. വിശാൽ എന്നോട് വന്ന് സംസാരിച്ചേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യമുനയ്ക്ക് എന്നോട് നേരിട്ട് ചോദിച്ച പോലെ, അല്ലാതെ വിശാലിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നേ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചു. ശാരദയെ കാവേരിക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശാരദ ചോദിച്ചു, അല്ല യമുനെ, നീ വിശാലിനോട് പണം ചോദിച്ചായിരുന്നെന്ന് ചോദിച്ചു. യമുന പറഞ്ഞു, ഇല്ല, ഞാൻ പണമൊന്നും ചോദിച്ചില്ല. എന്നെ ക്ലാസ്സിന് പുറത്താക്കിയായിരുന്നു ഫീസ് അടയ്ക്കാത്തതുകൊണ്ട്. ആ സമയത്ത് വിശാൽ വന്നു കഴിഞ്ഞപ്പോൾ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു, അല്ലാതെ പണം തരാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ജയബാലൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോരെ, ഒന്നുമല്ലേലും എൻ്റെ പെങ്ങളും മക്കളും അല്ലേ ഇവിടെ താമസിക്കണം എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കുവാണ്. ഈ സമയത്ത് യമുന പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കിളെ, ഞാൻ അങ്കിളിനോട് പൈസ ചോദിക്കാനും പറഞ്ഞില്ല. ശാരദ പറഞ്ഞു, വേണ്ട ജയബാലേട്ട, ഇപ്പം പൈസയുടെ ഒന്നും ആവശ്യമില്ല. അല്ല, ഫീസ് അടയ്ക്കാനായിട്ട്. അതെ, ബാങ്കിൽ അടച്ചതിൻ്റെ കുറച്ച് ബാക്കി പണമുണ്ട്, അത് അടച്ചോളാന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? കാവേരി ചാടി പറഞ്ഞു, അതിനല്ലേ ഇപ്പൊ ഹോം സ്റ്റേ ഉള്ളേ, അതുകൊണ്ട് പ്രശ്നമില്ല അങ്കിളെ, ഇപ്പൊ ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, അങ്കിള് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞ് ജയബാലൻ അങ്ങോട്ട് പോയി. പോയ വഴിയെ ശാരദ യമുനയുടെ കർണം അടിച്ചെന്ന് പൊട്ടിച്ചു. എന്ത് പരിപാടിയാണ് നീ കാണിച്ചെന്ന് ചോദിച്ചു. എന്താ നീ എന്തിനാടി വിശാലിനോട് പണം ചോദിച്ചേ? അമ്മ, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നുണ്ട്, അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടി, ഇന്ന് വരെ അരവിന്ദേട്ടന് ആരുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് അനുവദിച്ചിട്ടില്ല. പിന്നെ ഇപ്പം നീ പുതിയ ശീലം കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. നിനക്കൊരു വാക്കെങ്കിലും പറയാൻ മേലായിരുന്നോ? യമുന പറഞ്ഞു, അത് പിന്നെ അമ്മേ, അച്ഛനുണ്ടായിരുന്ന സമയത്ത് കൃത്യ ഡേറ്റിൽ തന്നെ പണമൊക്കെ അടയ്ക്കുമായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മറന്നുപോലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാത്രം പൈസ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നേ. ഈ ഇല്ലാത്ത സമയത്ത് ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരദ പറഞ്ഞു, എടി, എങ്ങനെയാണ് നിന്നെ ഞാൻ പഠിപ്പിക്കും. കാരണം അരവിന്ദേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ പഠിപ്പിച്ചൊരു കളക്ടർ ആക്കാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഇനിയിപ്പോൾ കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിൽ ശരി, നിന്റെ കാര്യത്തിൽ ഒരു മുടക്കവും ഞാൻ വരുത്തത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ പഠിത്തം അത് നല്ല രീതിയിൽ തന്നെ നടക്കണമെന്ന് പറഞ്ഞു. ഫീസിൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട, അതെങ്ങനെയല്ലോ അടച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് ശാരദ അങ്ങോട്ട് പോയി. യമുനയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു. കാവേരിയും ഗംഗയും കൂടെ ആലോചിക്കുകയാണ്, യമുനയുടെ ഫീസ് അടയ്ക്കാൻ എന്താ ചെയ്യണ്ടേ, എന്തേലും ഒരു വഴി കണ്ടെത്തില്ലേ മതിയാവുള്ളൂ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലും. ഒടുവിൽ ചില തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട്. ശാരദ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വള കൊണ്ട് പണയം വെക്കാം, വള പണയം വെച്ച് ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അച്ഛൻ വന്നപ്പോൾ എനിക്കൊരു ചെയിൻ കൊണ്ട് തന്നായിരുന്നല്ലോ, അത് ഞാൻ പണയം വെച്ചോളാന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, അത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പണയം വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അവർ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കാനുള്ള തന്ത്രപ്പാട് നോക്കുകയാണ്. ഫീസ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, യമുനയ്ക്ക് ക്ലാസ്സിൽ പോകണമല്ലോ. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശാരദ യമുനയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ കോളേജിലേക്ക് പോയിക്കോ, നിന്റെ അമ്മയും ചേച്ചിയും കൂടെ വന്ന് ഫീസ് അടച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് ഒരു ആളും കൂടെ ഇറങ്ങുവാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി എന്നിട്ട് ശാരദയോട് പറഞ്ഞു, അമ്മേ, പുറത്തൊരാൾ വന്നിരിക്കുന്നു പറഞ്ഞു. അതാരാ? അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാഗം തൂക്കി ഒരാൾ അങ്ങോട്ട് വരുവാണ്. പിന്നീട് ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ? ഞാൻ നാരായണൻ എന്ന് പറഞ്ഞു. ഓ,
ഓ മനസ്സിലായി, അരവിന്ദേണ്ണനോടൊപ്പം ജോലി ചെയ്തോണ്ടിരുന്നേ. അരവിന്ദേണ്ണൻ എപ്പോഴും പറയായിരുന്നു ബാ കയറി വരാനൊക്കെ പറഞ്ഞു. അതെ, അരവിന്ദന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വരാതിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദയുടെ കണ്ണൊക്കെ നിറഞ്ഞു. സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട. ദൈവത്തിന് ഓരോ പ്ലാനും പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഞങ്ങൾക്കും വലിയൊരു ഷോക്കായിരുന്നു അരവിന്ദേണ്ണന്റെ മരണം. അരവിന്ദേണ്ണൻ അത്ര നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരും എത്രമാത്രം സഹായിക്കുമായിരുന്നു അറിയായിരുന്നു. എന്നെയൊക്കെ പലവട്ടം സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗംഗ പോയി കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഈ സമയത്ത് നാരായണൻ പറഞ്ഞു, അതെ അരവിന്ദേണ്ണന്റെ ബാഗും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വരണ സമയത്ത് അത് കൊണ്ടുവരാന്ന് കരുതിയിട്ട് അതെടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞു. ശാരദയുടെ കണ്ണ് നിറയുന്നുണ്ട്. പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അരവിന്ദേട്ടൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും അരവിന്ദേട്ടൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു. അതെ, അരവിന്ദേട്ടൻ്റെ ഭാഗമായിരിക്കണേന്ന് പറഞ്ഞിട്ട് ബാഗ് ഏൽപ്പിക്കുവാണ് ശാരദയെ. പിന്നീട് എന്ത് ചെയ്തു, തൻ്റെ ഭാഗിനകത്തുനിന്ന് കുറേ പണം എടുക്കുവാണ്. അല്ല ഇതെന്തിനാന്ന് ചോദിച്ചു. അരവിന്ദേട്ടൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തെ കുറച്ച് പേർക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അരവിന്ദേട്ടൻ്റെ ഈ പണം ഉണ്ടെങ്കിൽ ആര് ചോദിച്ചാലും അരവിന്ദേട്ടൻ അത് കടം കൊടുക്കും. പക്ഷെ അരവിന്ദേട്ടനെ ആരും ചതിക്കാൻ തയ്യാറായില്ല. അരവിന്ദേട്ടൻ മരിച്ചെന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നാട്ടിലേക്ക് വരുവാന്ന് അറിഞ്ഞപ്പോൾ അവരാ പണമെല്ലാം എന്നെ കൊണ്ട് ഏൽപ്പിച്ചു. അരവിന്ദേട്ടൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. കാരണം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ്. കാരണം ആ പണം എല്ലാവരും എൻ്റെ തന്നു വിട്ടേന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞു. ശാരദയുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോയി. ഈ സമയത്ത് 3 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഫീസ് അടയ്ക്കാനായിട്ട് യമുനയുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്താണ് 3 ലക്ഷം രൂപ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ 3 ലക്ഷം രൂപ കൈമാറുവാണ് ശാരദയുടെ കയ്യിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. അരവിന്ദൻ്റെ കുടുംബം ഞങ്ങളുടെ കുടുംബം തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷം അയാൾ പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നേ. ഈ സമയത്ത് പിന്നാലെ തന്നെ കാവേരി ചെല്ലുവാണ്. കാവേരി എന്നിട്ട് ചോദിച്ചു, അങ്കിളെ 1 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്താ മോളെന്ന് ചോദിച്ചു. അതെ, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അല്ല അച്ഛൻ എപ്പോഴോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ശമ്പളത്തിനൊക്കെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ശമ്പളമൊക്കെ കൃത്യമായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ അയക്കുന്നുണ്ടായിരുന്നല്ലോ വീട്ടിലേക്ക്. ജയപാലിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതൊന്നും അരവിന്ദൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞായിരുന്നു. അല്ല ഞാൻ ചോദിച്ചാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോന്നേ. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ജോലി സംബന്ധമായ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇവിടെ അരവിന്ദേട്ടൻ വന്നതിന് ശേഷം ഒരു പ്രശ്നങ്ങളും കമ്പനിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. സാലറിയും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പറഞ്ഞു. അല്ല ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ച് അരവിന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അഡ്വാൻസ് കൊടുത്തെന്നൊക്കെ. അതെങ്ങനെയായെന്ന് ചോദിച്ചു. അതൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അത് എഴുതി കഴിയുമ്പം പറയണോട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു. അരവിന്ദൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അങ്ങനെ നാരായണൻ അങ്ങോട്ട് പോകണം. അപ്പോഴേക്കും കാവേരിക്ക് ടെൻഷനായി. അപ്പം പൈസയൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജയപാലൻ അങ്കിൾ പറഞ്ഞു ഒന്നും അറിയില്ല എന്നാ പറഞ്ഞേ. ഇതേ സമയത്ത് ശാരദയും ഗംഗയും യമുന എല്ലാവരും കൂടെ ചേർന്നിട്ട് പെട്ടി പൊട്ടിക്കുകയാണ് അരവിന്ദൻ്റെ. അങ്ങനെ ആ പെട്ടിക്കകത്ത് അരവിന്ദൻ്റെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് കൊണ്ടായി ഗംഗയുടെ യമുനയുടെ എല്ലാവരുടെയും ഓരോ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അരവിന്ദനത് എടുത്ത് നോക്കാനായിട്ടായിരുന്നു. ആൽബത്തിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാവേരി ആ കാഴ്ച കാണുന്നത്. ഒരു ഡയറി ഇരിക്കുന്നു. കാവേരി ആ ഡയറി എടുത്തു പതുക്കെ മറിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് A to Z കണക്കുകളും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നു. ജയപാലിൻ്റെ കൈവിലേക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, എത്ര അയച്ചിട്ടുണ്ട്, ആർക്കൊക്കെ എവിടെയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, വീട്ടിലേക്ക് കൊടുത്ത പൈസ, എല്ലാ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് ഒരു കാര്യം മനസ്സിലായി. അച്ഛന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജയപാലൻ അങ്കിൾ ചതിക്കുമായിരുന്നുള്ള സത്യം തിരിച്ചറിയുവാണ്. അയാൾ എത്ര ദുഷ്ടനാന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.